കൊച്ചിയിൽ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം നോർത്ത് കലാഭവൻ റോഡിൽ പ്രവർത്തിച്ചിരുന്ന മോക്ഷ എന്ന സ്പായിലാണ് റെയ്ഡ് നടന്നത്. 8 സ്ത്രീകളെയും 4 പുരുഷന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്ഥാപനത്തിൽ മാസം 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നിരുന്നതായും കണ്ടെത്തൽ. വിവരങ്ങളുമായി കിരൺ കുമാർ ചിരിയാണ്. കിരൺ, എപ്പോഴായിരുന്നു റെയ്ഡ് നടന്നത്? മറ്റു വിവരങ്ങളും അല്പസമയം മുമ്പായിരുന്നു കൊച്ചിയിലെ ഈ സ്പായിൽ റെയ്ഡ് നടത്തിയത്. ആയുർവേദ ചികിത്സയുടെ മറവിൽ നടത്തിയിരുന്ന സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്ന പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. എറണാകുളം ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 8 സ്ത്രീകളെയും 4 പുരുഷന്മാരെയും ഈ സ്പായിൽ നിന്ന് പിടികൂടുകയുണ്ടായിരുന്നു. ഇതിൽ സ്ത്രീകളിൽ ഒരാൾ തമിഴ്നാട് സ്വദേശിയാണ്, ബാക്കി എല്ലാവരും മലയാളികളാണ്. ഒപ്പം തന്നെ ഈ 4 പേർ പിടിയിലായിട്ടുള്ള 4 പുരുഷന്മാർ ഇവിടെ എത്തിയ ഇടപാടുകാരാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള എരുമേലി സ്വദേശി പ്രവീൺ സോദരനാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്ക് മറ്റൊരു സ്പാ കൂടി ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് നടത്തിയ പരിശോധനയിൽ പിന്നീട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നോർത്തിലെ സ്പായിൽ കൂടി പരിശോധന നടത്തിയത്. ഇവിടെ നിന്നും 1 കോടി രൂപയോളം ഓരോ മാസവും ഇടപാടുകൾ നടന്നിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പോലീസിന് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ 8 സ്ത്രീകളെയും 4 പുരുഷന്മാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.